ആവശ്യമില്ല. നിലവില് ഈ രാജ്യത്തിന്റെ സാഹചര്യത്തിൽ സുരക്ഷിതമായും ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കുന്ന കാലത്തോളം ഈ രാജ്യത്ത് ഒരു വേള ഈ ബാബരി മസ്ജിദ് തകർന്നതാണല്ലോ മതേതരത്വത്തിന്റെ വലിയ പ്രശ്നമായി അവതരിപ്പിക്കപ്പെടാറുള്ളത്. ആ ബാബരി മസ്ജിദ് തകർന്ന സമയത്താണ് കേരള നദുവത്തുൽ മുജാഹിദീൻ അതിന്റെ സംസ്ഥാന സമ്മേളനം പാലക്കാട് വെച്ച് നടക്കുന്നത്. മഹാഭൂരിപക്ഷവും ഹൈന്ദവ മതവിശ്വാസികളായ ഒരു മണ്ണിൽ വെച്ച് നടത്തുന്നത്. അന്ന് ആ സമ്മേളനം നടത്തണ്ട എന്ന് പലരും അഭിപ്രായം പറഞ്ഞോർത്ത് നടത്താൻ അനുവാദം നൽകിയ സർക്കാർ ആ അനുവാദത്തിലെ ഒന്നാമത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആ സമ്മേളനം പ്രമേയം എന്തായിരുന്നു എന്നറിയോ? ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ നിയമപരമായി പീഡിപ്പിക്കപ്പെടുന്നില്ല. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ നിയമപരമായി പീഡിപ്പിക്കപ്പെടുന്നില്ല. അന്ന് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ നിയമപരമായി പീഡിപ്പിക്കപ്പെടുന്നില്ല. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ നിയമപരമായി പീഡിപ്പിക്കപ്പെടുന്നില്ല. അന്ന് പലരും അതിനെതിർത്തിരുന്നു. പക്ഷെ ഇന്ന് പലരും അതിന്റെ വക്താക്കളായി മാറിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് രാഷ്ട്രീയമായും സാമൂഹികമായും വിദ്യാഭ്യാസ രംഗത്തും എല്ലാ രംഗത്തും ഈ ഉമ്മത്തിന് സമുദായത്തിന് ദിശാബോധം നൽകിയ മഹത്തായ പ്രസ്ഥാനത്തിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ പേരിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. നമ്മുടെ രാജ്യവും ഈ മണ്ണും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് സുന്ദരമായി ജീവിക്കുവാൻ കഴിയുന്ന മണ്ണാണ്, രാജ്യമാണ്, മണ്ണാണ്. നമ്മുടെ രാജ്യവും ഈ മണ്ണും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് സുന്ദരമായി ജീവിക്കുവാൻ കഴിയുന്ന മണ്ണാണ്.